വയനാട് മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവ ഇറങ്ങിയിട്ടുണ്ട്. ആനക്കുഴിയിലെ ഫാമിൽ നിന്ന് 4 പന്നികളെയാണ് ആക്രമിച്ചത്. കഴിഞ്ഞ ആഴ്ച പ്രദേശത്ത് കടുവയെ പിടികൂടാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു. ദീപക് മോഹനാണ് വിവരങ്ങളുമായി. ദീപക്, എപ്പോഴാണ് ഈ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നത്? വയനാട് മൂടക്കൊല്ലിയിൽ കടുവയുടെ ഭീതി ഒഴിയുന്നില്ല. ഇന്നലെ രാത്രി വീണ്ടും ഈ സമീപത്തെ പന്നി ഫാമിന് സമീപം കടുവയെത്തി 5 പന്നികളെയാണ് പിടികൂടിയത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ നിൽക്കുന്ന കാപ്പിത്തോട്ടത്തിൽ നിന്ന് ഒരു 50 മീറ്റർ അകലെയായാണ് ഈ പ്രദേശവാസിയായ ശ്രീജിത്തും അതുപോലെ തന്നെ ശ്രീനേഷിന്റെയും ഉടമസ്ഥതയിലുള്ള പന്നി ഫാം. കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് 20ഓളം പന്നികളെ പിടികൂടിയിരുന്നു. അതിൽ 17 പന്നികളുടെ അവശിഷ്ടങ്ങൾ പിന്നീട് ഈ സമീപത്ത് തന്നെ കണ്ടെത്തി. അന്നാണ് വനംവകുപ്പ് ഇവിടെ ഒരു കൂട് സ്ഥാപിച്ചത്. ഈ കൂടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. കടുവയെ പിടികൂടാനായി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ സാധാരണഗതിയിൽ പച്ചിലകളും അതുപോലെ തന്നെ കാടുകളെല്ലാം മറച്ചുകൊണ്ടാണ് കൂട് സാധാരണഗതിയിൽ സ്ഥാപിക്കുക. പക്ഷേ ഈ കൂടിനകത്ത് ഒരു ആടിനെ കെട്ടിയിട്ടിരിക്കുന്നു. പച്ചിലകളൊന്നും മറച്ചതായി കാണുന്നില്ല. വനംവകുപ്പ് ജീവനക്കാരുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സർ, റേഞ്ച് ഓഫീസർ ആരെങ്കിലും എത്തിയോ അവിടെ? റേഞ്ച് ഓഫീസർ വരുന്നുള്ളൂ. സർ, സാധാരണ കൂട് ഇങ്ങനെയാണ് വെക്കുക? മൊത്തം ഇലകളൊക്കെ മറച്ചിട്ടല്ലേ വെക്കുക? സാധാരണ കൂടിനെ തന്നെ വെക്കല്. ഇലകള് കാപ്പിത്തോട്ടത്തിനുള്ളിലേക്കാണെങ്കിൽ അങ്ങനെ വെക്കലുള്ളൂ. ഇത് പ്രജീഷിനെ ആക്രമിച്ചു കടുവയെ പിടിച്ച സ്ഥലത്തിന്റെ ഏരിയ പോലെയാണ് നമ്മൾ കൂട് വെക്കല്. കടുവ എന്നുള്ളൊരു ബുദ്ധിയുള്ള ഒരു ജീവിയല്ല. അപ്പൊ ഇങ്ങനെ കൂട് മറക്കാത്ത രീതി കണ്ടു കഴിഞ്ഞാൽ കടുവ കൂടിനകത്ത് കയറും. നമ്മൾ മറക്കാണ്ട് വെക്കലുണ്ട്. നിലവിൽ ഇന്നലെ കടുവ എത്തിയ ഒരു കടുവയാണോ അതോ അതിൽ കൂടുതൽ കടുവകളുണ്ട്? നമ്മൾ നോക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. വനംവകുപ്പ് ജീവനക്കാരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അവർ രാവിലെ ഇവിടെ സ്ഥലത്തെത്തി ഈ മേഖലകൾ പരിശോധിച്ചിട്ടുണ്ട്. കടുവയുടെ കാൽപ്പാടുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന പന്നിഫാമിന്റെ ഉടമസ്ഥകളായ ശ്രീനേഷ്, ശ്രീജിത്ത് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള പന്നിഫാമിൽ നിന്ന് 20ഓളം പന്നികളെ പിടികൂടി 17 പന്നികളുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. ഇന്നലെ വീണ്ടും ഇവിടെ കടുവ ഇറങ്ങി എന്നുള്ള വാർത്തയാണ് വരുന്നത്. വനംവകുപ്പ് ഏതായാലും തിരച്ചിൽ നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്.